PCOD ഉള്ളവരാണോ, വയറുവേദന സഹിക്കാൻ പറ്റാത്തവരാണോ ഈ വീഡിയോ ഉറപ്പായിട്ടും കാണുക. ഈ റെസിപ്പി ഉഴുന്ന് കഞ്ഞിയാണ്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാവുന്നതാണ്. പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന പിള്ളേർക്ക് ഇത് കൊടുക്കാവുന്നതാണ്. പണ്ടത്തെ അമ്മമാർ നമുക്ക് വീട്ടിലുണ്ടാക്കി തരുന്നതാണ് കേട്ടോ. ഇപ്പം മറന്നുപോയ ഒരു റെസിപ്പിയാണ് ഇത്. ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, ഹൃദയത്തിനും നല്ലതാണ്, എല്ലുകൾക്ക് നല്ല ബലം തരുന്നതാണ്. ഡയബറ്റീസ് ഉള്ള ആൾക്കാരും കഴിക്കാം. അതിന് പാൻ ചൂടായിട്ട് അതിലേക്ക് നമ്മൾ 1 കപ്പ് ഉഴുന്നിട്ട് കൊടുക്കുവാണ്. നമ്മൾ ഗോൾഡൻ ബ്രൗൺ വരുന്നവരെ നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇതുപോലെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഉലുവ ഇടണമെങ്കിൽ നമുക്ക് ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിങ്ങനെ പൗഡറാക്കി, കോഴ്സ് പൗഡറാക്കി എടുത്താൽ മതി. നമ്മൾ എന്നിട്ട് ഇത് ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ 6 മാസം വരെ അത് ഇരുന്നോളും. നമ്മൾ ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ നിറച്ചും ഈ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ, ഉഴുന്നിൻ്റെ പൊടി. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കട്ടിയില്ലാതെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു പാത്രത്തിൽ പാൽ ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും ഇത് കുറച്ചായിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്യണം കേട്ടോ. ഒന്നിച്ച് ആഡ് ചെയ്യുമ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചായിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഉഴുന്ന് വെന്തതിന് ശേഷം നമുക്ക് ഈ ചക്കര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഏലക്കപ്പൊടിയും കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇടാം. ആവശ്യമുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. 5 to 10 മിനിറ്റ്സ് മതി. നമ്മുടെ ഉഴുന്ന് കഞ്ഞി റെഡിയാണ്. PCOD ഉള്ളവർക്കും അതേപോലെ പീരിയഡ്സ് പെയിന് ഭയങ്കര കൂടുതലുള്ളവർക്കും ഇത് കഴിക്കാവുന്നതാണ്. ഇത് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. ഗൂഗിളിലും അതിൻ്റെ പ്രൂഫാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.